നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നക്ഷത്രഫലമാണ് അവതരിപ്പിക്കുന്നത്. ജൂൺ മാസം വരികയാണ്. ജൂൺ മാസത്തിലെ എല്ലാ രാശിക്കൂറുകാരുടെയും സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പ്രതിപാദിക്കാം. വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ബെൽ ബട്ടണിൽ ഓൾ എന്നുകൂടി അമർത്തി വയ്ക്കുക. അതുവഴി ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് ജൂൺ മാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉള്ള നക്ഷത്രഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക വഴി ധനാഗമം ഉണ്ടാകാൻ സാധ്യതയുള്ള മാസമാണ്. സന്താനങ്ങളെ കൊണ്ട് അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായേക്കാം. സേവന രംഗത്തുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പുതിയ സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ സമൂഹത്തിൽ അറിയപ്പെടുകയും പരിഗണനയും ഒക്കെ ലഭിക്കുന്നതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുകയും അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. യോഗ്യതയ്ക്കനുസരിച്ച് മേടക്കൂറുകാർക്ക് അംഗീകാരം ലഭിക്കുന്ന സമയമാണ്. കൂടാതെ സ്വപ്ന പദ്ധതികളൊക്കെ പ്രാവർത്തികമാക്കാനും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികളായിട്ടുള്ള മേടക്കൂറുകാർക്ക് വിദ്യയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ മേടക്കൂറുകാരെ സംബന്ധിച്ച് ജൂൺ മാസം വളരെ നല്ല സമയം തന്നെയാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ ഒന്ന് പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പ്രവർത്തനങ്ങളിലൊക്കെ ചെറിയ താൽക്കാലികമായിട്ടുള്ള ഒരു തടസ്സം നേരിട്ടു എന്ന് വരാം. സ്വയം ഏറ്റെടുക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളൊക്കെ മൂലം ജോലിഭാരം വർദ്ധിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. വിവാഹ കാര്യങ്ങളൊക്കെ ആലോചന നടക്കുന്നവർക്ക് അല്പം തീരുമാനങ്ങളൊക്കെ വൈകിയേക്കാം. ധനവിനിയോഗ കാര്യങ്ങളിലൊക്കെ ഇടവക്കൂറുകാർ അശ്രദ്ധ കാട്ടാതിരിക്കുക. അതുമൂലം സാമ്പത്തിക നഷ്ടവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവർത്തനങ്ങളിലൊക്കെ ജോലിഭാരം അനുഭവപ്പെടുമെങ്കിലും കാര്യക്ഷമതയും കാര്യനിർവഹണ ശേഷിയും ഒക്കെ വ്യക്തമാകുന്ന വിധം പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാൽ നേട്ടങ്ങൾ കൈവരിക്കാനും ഇടവക്കൂറുകാർക്ക് സാധിക്കും. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ ഒന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന സമയമാണ്. സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വരികയും പ്രവർത്തന മണ്ഡലവും ഒക്കെ വികസിപ്പിക്കാനും ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യും. മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തേക്കാം. സംഗീതാദി കലകളിലൊക്കെ സമയം കണ്ടെത്താനും അതിലൊക്കെ ആസ്വദിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാകും. മിഥുനക്കൂറുകാർ ലക്ഷ്യപ്രാപ്തിയെ വ്യക്തമായി ധാരണയോടുകൂടി സമീപിച്ചാൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. എല്ലാ കാര്യത്തിലും പൊതുവെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാഹചര്യം ഉണ്ടാകും. അടുത്തത് നമുക്ക് കർക്കിടകക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഔദ്യോഗിക രംഗത്തൊക്കെ ശോഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എതിർപ്പുകളെയും മറ്റു വിപരീത സാഹചര്യങ്ങളെയും ഒക്കെ ശക്തമായി നേരിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കൂടാതെ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സന്താനങ്ങളെ കൊണ്ട് സുഖവും സന്തോഷവും ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും അതിലൊക്കെ വിജയം കൈവരിക്കാനും കർക്കിടകക്കൂറുകാർക്ക് സാധിക്കും. വിവാഹമൊക്കെ ആലോചന നടക്കുന്ന കർക്കിടകക്കൂറുകാർക്ക് അതിലൊക്കെ തീരുമാനം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. ഔദ്യോഗികമായി യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. വിദേശ യാത്രയൊക്കെ ഔദ്യോഗികമായി ഉണ്ടാകാനും സാഹചര്യമുണ്ട്. എതിർപ്പുകളെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തി നേടിയെടുക്കാൻ കർക്കിടകക്കൂറുകാർക്ക് സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മാന്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ജീവിത വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ആശ്രിതരുടെയും സഹകാരികളുടെയും പിന്തുണയും സഹായവും ഒക്കെ ലഭിക്കാം. ഉന്നത രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും ഒക്കെ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ പ്രവർത്തന രംഗത്ത് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാഹചര്യമുണ്ട്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന ജൂൺ മാസത്തിൽ ധന്യമായ ഒരു ജീവിതത്തിന് സാഹചര്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ വാഹന ലാഭവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഭരണാധികാരികളിൽ നിന്ന് പ്രശംസ ഉണ്ടാകുന്നതാണ്. കൂടാതെ ഔദ്യോഗികമായിട്ടുള്ള നേട്ടങ്ങളും ലഭിക്കും. വീട് നിർമ്മാണത്തിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ കന്നിക്കൂറുകാർ പണം ചെലവാക്കിയേക്കാം. സുഹൃത്തുക്കളുടെ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ കന്നിക്കൂറുകാർ അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്.
പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന കന്നിക്കൂറുകാർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ജനമധ്യത്തിലൊക്കെ പ്രവർത്തിക്കേണ്ടവർക്ക് അംഗീകാരവും ആദരവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. വിവാഹം ഒക്കെ ആലോചന നടക്കുന്നവർക്ക് അതിൽ തീരുമാനമെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കൂടാതെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാൽ കന്നിക്കൂറുകാർ ധനവിനിയോഗ കാര്യങ്ങളിലൊക്കെ അല്പം കരുതലെടുക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയമാണ്. കൂടാതെ ആരോഗ്യവും മെച്ചപ്പെടാം. സൽക്കർമാനുഷ്ഠാനങ്ങളും സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗവും ഒക്കെ തുലാക്കൂറുകാർ ഈ ഒരു മാസം ജൂൺ മാസത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതിലൂടെ സമാധാനം നേടിയെടുക്കാവുന്നതാണ്. സത്സംഗങ്ങളും ധർമ്മസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കും. വിവാഹ കാര്യങ്ങളൊക്കെ ആലോചന നടക്കുന്ന തുലാക്കൂറുകാർക്ക് അതിലൊക്കെ തീരുമാനമാകാനുള്ള സാഹചര്യമുണ്ട്. ഏർപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ വിജയകരമായി പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കഴിവുകൾക്കനുസരിച്ച് അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പ്രോത്സാഹനജനകമായിട്ടുള്ള ഉപഹാരങ്ങളും പ്രശംസാപത്രങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നിശ്ചയിച്ചുറപ്പിച്ച ചില കാര്യങ്ങളിലൊക്കെ വ്യതിചലനം ഉണ്ടായേക്കാം. വിവാഹ കാര്യത്തിലൊക്കെ പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അതൊക്കെ തടസ്സമുണ്ടാവുകയും പിന്നീട് രക്ഷകർത്താക്കളുടെ ഇഷ്ടപ്രകാരമുള്ള വിവാഹത്തിലേക്ക്, ഉറപ്പിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതിനാണ് എന്ന് തന്നെ കരുതേണ്ട സമയമാണ്. ഭരണകാര്യങ്ങളിലൊക്കെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവുകയും അതിൽ ഉറപ്പിച്ചു നിൽക്കുകയും അതൊക്കെ മറ്റുള്ളവരുമായിട്ട് വിരോധത്തിനും കലഹത്തിനും ഒക്കെ കാരണമാകുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ശ്രദ്ധയോടും ആലോചിച്ചും പെരുമാറുക. ഉപരിപഠനത്തിന് വേണ്ടി ധനം ചെലവാക്കുകയും അനാവശ്യ ചെലവുകളും അതുമൂലം ധനനഷ്ടവും ഒക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായേക്കാം. വൃശ്ചികക്കൂറുകാർ ഏത് കാര്യങ്ങളും ജീവിത പങ്കാളിയുമായി ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്യുക. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. അതിനെയൊക്കെ സുതാര്യതയോടുള്ള സമീപനത്തോടുകൂടി വൃശ്ചികക്കൂറുകാർക്ക് നേരിടാനും സാധിക്കും. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാടം, ഉത്രാടം, കാലം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് തടസ്സങ്ങളൊക്കെ ഒരു പരിധി വരെ നീങ്ങും. എങ്കിലും ദൂരയാത്രകളൊക്കെ ആവശ്യമായി വരുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അശ്രദ്ധ മൂലം അപകടങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. എന്നാൽ നിശ്ചയദാർഢ്യം കൊണ്ട് പല തടസ്സങ്ങളെയും ഒക്കെ നേരിടാനും തരണം ചെയ്യാനും സാധിക്കും. സ്വന്തമായി വീട് വെക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ഒക്കെ ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതിലൂടെ ധനനഷ്ടത്തിനും സാഹചര്യമുണ്ട്. അശ്രദ്ധയൊക്കെ മൂലം ചില ശാസനകളും പിഴകളും ഒക്കെ അടയ്ക്കേണ്ടതായിട്ടും വന്നേക്കാം. അമിതാധ്വാനത്തിന് സാഹചര്യമുണ്ട്. അതുമൂലം ആരോഗ്യത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന ജൂൺ മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരവും നേട്ടവും ഉണ്ടാകുന്നതാണ്. സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടൊക്കെ ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. സൃഷ്ടിപരമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്തേക്കാം. സന്താനങ്ങളെ സംബന്ധിച്ച് അനുകൂലമല്ലാത്ത അവസ്ഥ സംജാതമാകുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ സന്താനങ്ങളുടെ അഭ്യുന്നതയിൽ സംതൃപ്തിയും ഉണ്ടാകുന്നതാണ്. വിനോദങ്ങളിലോ സൽക്കാരങ്ങളിലോ ഒക്കെ പങ്കെടുക്കാനും സന്തോഷം അനുഭവിക്കാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. ദാമ്പത്യമായി സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ചർമ്മരോഗങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയം കൈവരിക്കാൻ മകരക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. കൂടാതെ ഉപഹാരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ കാര്യസാധ്യത്തിന് നേരായ മാർഗങ്ങൾ അവലംബിക്കാൻ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല വിവാഹ ബന്ധം ലഭിക്കുന്നതാണ്. അതുമൂലം സന്തോഷവും നേട്ടങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. കൂടാതെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയുന്ന മാസമാണ്.
കൂടാതെ മാതൃബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. നല്ല സൗഹൃദ ബന്ധങ്ങളും വളരുന്നതാണ്. വസ്തുവാങ്ങുകളിൽ നിന്ന് ലാഭമുണ്ടാകുന്നതാണ്. പുതിയ വീട് വെക്കാനും വാങ്ങാനും ഒക്കെ ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ജന്മസ്ഥലങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞുകൊണ്ടിരുന്നവർക്ക് അവർക്ക് ജന്മസ്ഥലത്തേക്ക് തിരിച്ചു വരാനും അവിടെ ഏതാനും നാൾ താമസിക്കാനുമുള്ള സാഹചര്യം ഉണ്ടായേക്കാം. കൂടാതെ കുടുംബ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷമായിട്ട് ഇടപെടാനും കുടുംബസുഖം അനുഭവിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ കുംഭക്കൂറുകാർ വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവർ അല്പം സുരക്ഷാ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന ജൂൺ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ജൂൺ മാസത്തിൽ പ്രവർത്തന വിജയം, ബഹുമാന്യത എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ കഴിവുകൾക്ക് അനുസരിച്ച് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ആത്മവിശ്വാസ കുറവ് നേരിട്ടേക്കാം. അതിനനുസരിച്ച് പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താതെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതാണ്. സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന മീനക്കൂറുകാർക്ക് അതിലൊക്കെ വിജയിക്കാൻ സാധിക്കും. കൂടാതെ ജീവിത പങ്കാളി മുഖേന നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട ബന്ധങ്ങളൊക്കെ ശിഥിലമാകാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കൂടാതെ വീട്ടിൽ നിന്ന് അകന്നു കഴിയേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് വരുന്ന ജൂൺ മാസത്തിലെ കാര്യങ്ങൾ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി തുടർന്ന് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.